ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സാ കിച്ചൺ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ഐറ്റവുമായിട്ടാണ്, ചിക്കൻ ഭൂന മസാല. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ചിക്കൻ വാങ്ങിക്കുമ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 1.5 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കാം. ഇതിനായിട്ട് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ കുറച്ച് നാരങ്ങ നീരും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു അരമണിക്കൂറോളം മാറ്റി വെക്കാം. ഇനിയൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 3 ഏലക്ക, 3 കറയാമ്പൂ, ഒരു വലിയ കഷ്ണം പട്ട, 1.5 ടീസ്പൂൺ പെരിഞ്ജീരകവും 2 ടീസ്പൂൺ മുഴുവൻ മല്ലിയും 3 വറ്റൽമുളകും 1 ടീസ്പൂൺ കുരുമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് നല്ലവണ്ണം 1 മിനിറ്റോളം ഒന്ന് വറുത്തെടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഇതൊന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് സ്റ്റൗവിൽ നിന്നും മാറ്റി കുറച്ച് നേരം ചൂടാറാൻ വെക്കാം. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിലേക്ക് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1 ടീസ്പൂൺ നെയ്യും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് ഒഴിച്ചു കൊടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് വെളിച്ചെണ്ണ തന്നെ കുറച്ചുകൂടി കൂടുതൽ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് നേരമായിട്ടൊന്നും ഫ്രൈ ചെയ്യേണ്ട, ജസ്റ്റ് അതിൻ്റെ ഒന്ന് കളർ ചേഞ്ച് ആകുമ്പോഴത്തേക്കും നമുക്കിത് എടുക്കാം. നമുക്ക് 2 സൈഡും ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എല്ലാ പീസും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ ചൂടാക്കിയിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 1 വറ്റൽമുളകും 2 വലിയ സവാള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. സവാള ചെറുതായിട്ടാണ് അരിഞ്ഞേക്കുന്നത്. എന്നിട്ട് ഇത് നമുക്ക് നല്ലവണ്ണം ഒന്ന് കളർ ചേഞ്ച് ആവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് നല്ലവണ്ണം ഒന്നും ചേഞ്ച് ആയിക്കോട്ടെ, അതായത് ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കിത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 തക്കാളി മിക്സിയുടെ ജാറിലിട്ട് പേസ്റ്റ് ആക്കിയതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കനും കൂടി ഇട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും നേരത്തെ നമ്മൾ ചൂടാക്കി എടുത്തേക്കുന്ന മസാലകളെല്ലാം കൂടി മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലയൊക്കെ ചിക്കനിലേക്ക് നല്ലവണ്ണം ഒന്ന് പിടിച്ചോട്ടെ, അതുവരെ നമുക്കിതൊന്ന് നല്ലവണ്ണം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അത് നോക്കിയിട്ട് കുറച്ചുകൂടി ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട്. എന്നിട്ടിത് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം. ഇടയ്ക്കൊന്ന് നമുക്ക് മൂടി തുറന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ തന്നെ ആ മസാലയുടെയൊക്കെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. ഒരു വട്ടമെങ്കിലും ചിക്കൻ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഒത്തിരി ഇഷ്ടമാവും നിങ്ങൾക്ക്. ചിക്കനൊക്കെ ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നല്ല സ്മെല്ലും നല്ല ടേസ്റ്റൊക്കെയുള്ള ചിക്കൻ ഭൂന മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും ചെയ്തേക്കണേ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.